ഷിരൂരിൽ ഗംഗാവലി നദിക്കടിയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതായി സ്ഥിരീകരിച്ച് കർണാടക പോലീസ്. സ്ഥലത്ത് കനത്ത മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വിവരങ്ങളുമായി PJ അരുൺ ഉണ്ട് നമുക്കൊപ്പം. അരുൺ, ഇന്നത്തെ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. അതേസമയം കാർവാർ MLA പറയുന്നു 11 വരെ രക്ഷാദൗത്യം തുടരുമെന്ന്. വിശദാംശങ്ങൾ. വിജി, തീർച്ചയായും കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞത് തന്നെ വേണം നമുക്ക് മുഖവിലക്കെടുക്കാൻ. അദ്ദേഹം നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതിനായി സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം അല്പം മുൻപാണ് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയത്. എന്തായാലും ഈ ലോറി അർജുൻ്റേത് തന്നെ എന്നുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക. ഒരു ട്രക്ക് മാത്രമാണ് ഈ നദിയിലേക്ക് പോയിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഈ ട്രക്ക് അർജുൻ്റേത് തന്നെ ആകാമെന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് മാധ്യമങ്ങളോട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തുടരുന്ന ഒരു മഴയാണ്. ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മുൻപിലുള്ളത്. എന്തായാലും ഈ ഒരു മേഖലയിൽ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ കാറ്റും ഈ മേഖലയിൽ വീശുന്നുണ്ട്. അറബിക്കടലുമായി ചേർന്ന് കിടക്കുന്ന ഒരു നദിയായതിനാൽ തന്നെ ഇതിൻ്റെ വേലിയേറ്റവും വേലിയിറക്കവും പോലെയുള്ള ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഉണ്ടാവും. അത് തന്നെ രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുമെന്ന തരത്തിലുള്ള വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആശങ്കയ്ക്ക് അപ്പുറത്ത് തന്നെ ഇപ്പോൾ കാർവാർ MLA സതീഷ് സെയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ന് 11 മണി വരെ എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കും. ഇപ്പോഴുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ദയവായി തുടരുക. നമ്മുടെ സന്തോഷ് തത്സമയം ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. സന്തോഷ്, അവിടുത്തെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണല്ലോ, വിശദാംശങ്ങൾ. വിജി, താൽക്കാലികമായല്ല, ഇന്നത്തെ ദൗത്യം നിർത്തിവെച്ചു, അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇനി രാവിലെ തുടരാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോഴാണ് മഴ മാറി നിന്നത്. മണിക്കൂറുകളായി ഈ മേഖലയിൽ ഈ ഇന്നത്തെ രക്ഷാദൗത്യം നിർത്തി എന്നുള്ള വിവരമാണ് സന്തോഷ് പങ്കുവയ്ക്കുന്നത്. സന്തോഷ്, തുടരുക. ദൗത്യസംഘം നിർത്തിവെച്ചിരുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനം എല്ലാം അവസാനിപ്പിച്ചു. ബോട്ടുകളെല്ലാം കരക്ക് അടുപ്പിച്ച് ഉദ്യോഗസ്ഥരും അവിടെ നിന്ന് ഈ ദൗത്യ സംഘത്തിലെ അംഗങ്ങളും എല്ലാം തന്നെ മടങ്ങിയിട്ടുണ്ട്. ഇനി നാളെ രാവിലെയാണ് ദൗത്യം പുനരാരംഭിക്കുന്നത്. ഇന്ന് ആശ്വാസത്തിന്റെ ഒരു ദിനമായിരുന്നു, പ്രതീക്ഷയുടെ ഒരു ദിനമായിരുന്നു. കാരണം ഇതുവരെയും കഴിഞ്ഞ 8 ദിവസങ്ങളിലായും അർജുനെ കുറിച്ചോ അർജുന്റെ ലോറിയെ കുറിച്ചോ ഒരു തരത്തിലുള്ള അർജുന്റെ ലോറിയെ കുറിച്ചോ ഒരു തരത്തിലുള്ള സൂചനയുമില്ലാത്ത ദിവസങ്ങൾ, നിരാശയുടെ ദിവസങ്ങളാണ് കടന്നുപോയതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അർജുന്റെ ലോറി ഇവിടെ വെള്ളത്തിനടിയിൽ ഗംഗാവാലി നദിയുടെ അടിയിൽ വെള്ളത്തിലുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഔദ്യോഗികമായി ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ തന്നെയാണ് ട്വിറ്ററിലൂടെ ഈ ലോറി കണ്ടെത്തിയ കാര്യം അറിയിച്ചത്. അതിനുശേഷം കൂടുതൽ പിന്നീട് ആരംഭിച്ചത് വളരെ ശ്രമകരമായ ദൗത്യം തന്നെയാണിത്. നാളെ രാവിലെ തുടരുമ്പോഴും, കാരണം വെള്ളത്തിനടിയിലാണ് ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആദ്യം ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് എത്തി പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ ലോറിക്ക് ഉള്ളിൽ തന്നെ അർജുനുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ നദിയിൽ നിന്നും ലോറി ഉയർത്തുക എന്നുള്ള ശ്രമകരമായിട്ടുള്ള ജോലിയുണ്ട്. അതിനെല്ലാം തടസ്സമായി വലിയ പേമാരിയും കാറ്റും ഒപ്പം തന്നെ കുത്തിയൊഴുകുന്ന ഈ ഗംഗാവാലി നദിയും വലിയ പ്രതിരോധം തീർക്കുന്നു, തടസ്സം സൃഷ്ടിക്കുന്നു. അതെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ ഒരു ദൗത്യത്തിന് തന്നെയാണ് ഇന്ന് ദൗത്യസേനാംഗങ്ങൾ നേതൃത്വം നൽകിയത്. നാളെ രാവിലെ ഈ ദൗത്യം തുടരുമ്പോഴും വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് നിന്നും റോഡിൽ നിന്നും മാറി മണ്ണ് വീണ സ്ഥലത്തിനപ്പുറത്ത് നേരത്തോടുകൂടി അവിടെ സാന്നിധ്യമുണ്ട്, വലിയ ഒരു വസ്തുവിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നു. അതിൽ പിൻപറ്റിക്കൊണ്ട് ആ സ്ഥലത്ത് തന്നെയാണ് പിന്നീടുള്ള പരിശോധനകൾ എല്ലാം തന്നെ നടന്നത്. വലിയ ഈ 60 മീറ്റർ ആഴത്തിൽ മണ്ണെടുക്കാൻ കഴിയുന്ന സൗകര്യമുള്ള തരത്തിലുള്ള ബൂം ഉപയോഗിച്ചുകൊണ്ട്, യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അവിടെ ആരംഭിച്ചു. വൈകാതെ തന്നെ അവിടെ ലോറിയുണ്ട് എന്നുള്ള കാര്യം
സ്ഥിരീകരിക്കപ്പെട്ടു. അത് അർജുന്റെ ലോറിയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി ലോകത്തെമ്പാടുമുള്ള ലോക മലയാളികൾ വളരെ പ്രതീക്ഷയോടുകൂടി അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഓരോ നിമിഷവും ഇവിടെയുള്ള വാർത്തകൾ അറിയാനുള്ള, വിവരങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതിനിടയിലാണ് അത്തരത്തിൽ ശുഭകരമായ ഒരു വാർത്ത ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ലോറി കണ്ടെത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടത്. അതിനുശേഷം അതിന്റെ ഭാഗത്തെല്ലാമുള്ള മണ്ണ് മാറ്റുന്ന പ്രവൃത്തികളിലേക്കാണ് അവർ കടന്നത്. ഏതാണ്ട് അവിടെ ആളുകൾക്ക് ഇറങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യം ഒരുക്കുക ആ തീരത്ത് എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇനി പക്ഷേ ഈ ദൗത്യം ആരംഭിച്ച് അല്പസമയം കഴിയുന്നതിന് മുൻപേ തന്നെ അതിശക്തമായ പേമാരി ഈ ഭാഗത്ത് ഉണ്ടായി. മണിക്കൂറുകളോളം ആ മഴ നീണ്ടു നിന്നു. നമുക്ക് വാർത്ത പോലും ദൃശ്യങ്ങൾ പോലും പകർത്താൻ കഴിയാത്ത വിധത്തിലേക്ക് അതിശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഒരു മഴയും എത്രത്തോളം ശക്തമാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ വലിയ കുടകളെല്ലാം തന്നെ ഈ മഴയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന, പറന്നു പോകുന്ന അത്രയും വലിയ മഴയായിരുന്നു അവിടെ ആ സമയത്തുണ്ടായിരുന്നത്. അങ്ങനെ ദൗത്യം താൽക്കാലികമായി പലതവണ നിർത്തിവെക്കേണ്ടുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഗംഗാവാലിയിലെ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. രാവിലെ ഉണ്ടായിരുന്ന ജലനിരപ്പിനേക്കാൾ കൂടുതൽ ഒഴുക്കും അതോടൊപ്പം തന്നെ കടന്നു പോകുന്നതിനിടയിലാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം ദൗത്യം 6:30 ഈ ദൗത്യ സേനാംഗങ്ങൾ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാലാവസ്ഥ ഒരുപക്ഷെ അനുകൂലമായിരുന്നെങ്കിൽ കുറച്ചുകൂടി സമയം ഇന്ന് തിരച്ചിൽ നടത്തും എന്നുള്ള വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ തീർത്തും പ്രതികൂലമായ ഈ കാലാവസ്ഥയിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ. സന്തോഷം, ഇതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. സന്തോഷം നിൽക്കുന്ന സ്ഥലത്ത് നല്ല ഇരുട്ട് വീണിട്ടുണ്ട്. അതേസമയം ലോറി, അതായത് ട്രക്ക് ലോക്ക് ചെയ്യുന്ന സംവിധാനം നേരത്തെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ലോറി ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച വല്ല വിവരം ലഭ്യമായിട്ടുണ്ടോ? ഒഴുകുന്ന ഗംഗാവാലിയുടെ ഒഴുക്കിനടിയിൽ അർജുന്റെ ലോറിയുണ്ട് എന്നുള്ള ശുഭപ്രതീക്ഷയുടെ വാർത്ത വന്ന, അതിന്റെ വിവരം പുറത്തു വന്ന ഒരു ദിവസമാണ്. ഏതായാലും തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും. സന്തോഷം, ഒറ്റ കാര്യം കൂടെ ചോദിച്ചുകൊള്ളട്ടെ. ലോറി ലോക്ക് ചെയ്യാനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിരുന്നു. ലോറി ലോക്ക് ചെയ്തിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? വിജി, അത്തരത്തിലുള്ള സ്ഥിരീകരിച്ച വിവരങ്ങളൊന്നും തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ ലോറിക്കടിയിലേക്ക് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെത്തി നേരിട്ടുള്ള കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പുറമേ നിന്നുള്ള, അതായത് നേരിട്ട് ലോറി ദൃശ്യമായിട്ടുള്ള പുറമേ നിന്നുള്ള ഈ സിഗ്നൽ പരിശോധനയും അതോടൊപ്പം തന്നെയുള്ള ലോറിയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള മറ്റ് പരിശോധനകളാണ് നടന്നിട്ടുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള വ്യക്തത വരണമെങ്കിൽ ഈ ലോറിയുള്ള സ്ഥലത്ത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി മുങ്ങി പരിശോധന നടത്താനുള്ള സൗകര്യം ഉണ്ടാകണം. അതിനുള്ള ശ്രമമാണ് ഇന്നവർ നടത്തിയിരുന്നത്. എന്നാൽ അതിശക്തമായ മഴയാണ് ആ ഒരു ദൗത്യത്തിന് തടസ്സം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആ പ്രവർത്തനം ഇന്ന് കഴിയാതെ പോയത്. നേരത്തെ ഈ റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ ഈ ട്വിറ്ററിൽ ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം, മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ഇറങ്ങും, അതോടൊപ്പം തന്നെ ബൂം ഉപയോഗിച്ച് മണ്ണ് പരമാവധി മാറ്റും. ഇന്ന് തന്നെ വേഗത്തിൽ തന്നെ അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു പങ്കുവച്ചിരുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു കൂടുതൽ ഇതിലേക്ക് അടുത്ത് എത്താൻ കഴിയാതെ വന്നത്. എങ്കിലും പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. നാളെ രാവിലെ ഈ ദൗത്യം ആരംഭിക്കുമ്പോൾ ഈ ലോറിക്ക് അടുത്തേക്ക് തന്നെ എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിട്ടുള്ളത്. സന്തോഷ്, ഒരു ബൂം കൂടി ഇന്ന് എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ ഇന്ന് എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഇത്തിരി കൂടുതൽ എളുപ്പമാവില്ലേ രക്ഷാദൗത്യം എന്ന് പറയുന്നത്? മറ്റൊരു ബൂമും കൂടി കൂടുതൽ സേനാംഗങ്ങളെ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ സേനാംഗങ്ങളും നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് എത്തും. നേവിയുടെ കൂടുതൽ വിദഗ്ധർ കൂടി എത്തുന്നുണ്ട്. നാളെ വളരെ ഊർജിതമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ദൗത്യം നടത്തി വളരെ വേഗത്തിൽ തന്നെ ലോറി പുറത്തെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. അത്തരത്തിൽ, കാരണം അങ്ങനെ വേഗത്തിൽ ആ ദൗത്യം പൂർത്തീകരിച്ചില്ലെങ്കിൽ പിന്നീടും ഘടകങ്ങൾ പ്രതികൂലമായി വരും. കനത്ത മഴ തുടരുകയാണെങ്കിൽ ഇവിടെ വീണ്ടും വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവിടെ
വീണ്ടും വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഗംഗാവാലിയിലെ ഒഴുക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കും, ജലനിരപ്പ് ഉയരും, വീണ്ടും കൂടുതൽ ദൗത്യം ഈ ലോറി പുറത്തെടുക്കുന്ന ദൗത്യം നീണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അത്തരത്തിലുള്ള കാലാവസ്ഥയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇനി ഈ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഈ ദൗത്യ സംഘം. ആർമിയും നേവിയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും സംയുക്തമായാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. അത്തരത്തിലുള്ള ഉന്നത തലത്തിലുള്ള ആലോചനകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് മറ്റൊരു ബൂം കൂടി എത്തിക്കാനും കൂടുതൽ അംഗങ്ങളെ ഈ ദൗത്യ സംഘത്തിലേക്ക് എത്തിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ കൂടുതൽ സജീവമായ രീതിയിൽ നാളെ രാവിലെ തന്നെ ഊർജിതമായി ഈ തിരച്ചിൽ ആരംഭിക്കാനും ദൗത്യം ആരംഭിക്കാനും അർജുൻ്റെ ലോറിക്കടുത്തേക്ക് എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തന്നെ എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ബിജി, സന്തോഷ, ദൗത്യത്തിന്റെ ചുമതല മുൻ മേജർ ജനറൽ ഇന്ദ്രബാലൻ ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാൽ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ എത്തി ഇന്ന് രാവിലെ ദൗത്യത്തിനൊപ്പം ചേരും എന്നുള്ളതായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന വിവരം. എന്നാൽ ഈ ഒരു ഡ്രോൺ സംവിധാനം, വെള്ളത്തിനകത്തുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ പകർത്താൻ കഴിയുന്ന ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊണ്ടാണ് അദ്ദേഹം ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ വരേണ്ടിയിരുന്നത്. എന്നാൽ വിമാനത്തിൽ ഇത് കൊണ്ടുപോകുന്നതിന് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്ര വൈകിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്ന ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമാകും. നാളെ ഇന്ദ്രബാലിൻ്റെ സേവനം കൂടി ഈ ദൗത്യ സംഘത്തിന് ഉണ്ടാകും. അദ്ദേഹം ഈ നിരവധി ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിയ അനുഭവ സമ്പത്തുള്ള ആളാണ്. അതുകൊണ്ട് ആ അനുഭവ സമ്പത്ത് കൂടി നാളെ ദൗത്യത്തിന് സഹായകരമാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അദ്ദേഹം നാളെ ദൗത്യ സംഘത്തൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ കൂടുതൽ ആൾബലം വർദ്ധിപ്പിച്ച് അതോടൊപ്പം തന്നെ കൂടുതൽ സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിച്ച് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഊർജിതമായിട്ടുള്ള തിരച്ചിലും ദൗത്യവും നാളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആലോചന ഉന്നതതല യോഗത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നത്.